വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ചിക്കൻ മധുഹൂത്താണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം. ഫസ്റ്റ് മധുഹൂത്ത് റെഡിയാക്കുന്നത് പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുക. ഏലക്കായ, ഗ്രാമ്പു, പട്ട, കുരുമുളക് ചേർത്തൊന്ന് ചെറുതായിട്ടൊന്ന് എണ്ണയിലൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം കുനുകുനാരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരു പകുതി ഒന്ന് വഴന്ന് വന്നാൽ മതി. അതിൻ്റെ കളർക്ക് ഒന്ന് ചേഞ്ചായി വരും. ബ്രൗൺ കളർ ആവാതെ ശ്രദ്ധിക്കുക. ശേഷം അതിലേക്ക് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് അങ്ങനെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാണ്ട് കീറൊന്നും ചെയ്യാതെ. പക്ഷേ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് പച്ച സ്മെല്ലൊക്കെ പോകുന്നവരെ വഴറ്റി കൊടുക്കുക. സിമ്പിളായിട്ട് നമുക്ക് മധുഹൂത്ത് വീട്ടിലുണ്ടാക്കാം. നല്ല ടേസ്റ്റിയാണത്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് വേണ്ടത് തക്കാളി അടിച്ചെടുത്തതാണ്. നല്ല ചുവപ്പ് കളറുള്ള തക്കാളി മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 3 തക്കാളി അടിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ പച്ച ഫ്ലേവറൊക്കെ ഒന്ന് മാറുന്ന വരെ വഴറ്റി കൊടുക്കുക. എണ്ണ തെളിഞ്ഞ് വരും, അതുവരെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് വേണ്ടത് അറബിക് മസാലയാണ്. ഗ്രാമ്പു, പട്ട, എല്ലാ സ്പൈസസും, മല്ലി, ചെറിയ ജീരകം, വലിയ ജീരകം കൂടി ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുക. 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താക്കി കൊടുക്കുക. പച്ച ഫ്ലേവറൊക്കെ പോണവരെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് മാഗി ക്യൂബാണ്, ചിക്കൻ ക്യൂബ്. 1 കിലോ അരിയിലേക്ക് 2 കട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് അരിയിച്ചെടുക്കുക. അരിയണ വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കുക. വലിയ പീസായിട്ട് തന്നെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചിക്കന് 8 പീസാക്കിയിട്ട് 4 പീസസായിട്ടൊക്കെ നമ്മളെ ഇഷ്ടാനുസരണം പീസാക്കിയിട്ട് ഉപയോഗിക്കാം. ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. മസാലയും ചിക്കനും ഒന്ന് മാച്ചാണ് വരെ വഴറ്റിയെടുക്കുക. ചിക്കൻ ഒരു വെള്ള കളറൊക്കെ വരുന്ന ആണ് വരെയാണ് വഴറ്റി കൊടുക്കുന്നത്. കുറച്ച് ഒരു കൈപ്പിടി മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ക്യാപ്സിക്കം കൂടി വേണം, ചെറുതായി ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് മിക്സായി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് മസാല നന്നായിട്ട് ചിക്കനിൽ പിടിക്കണവരെ വെയിറ്റ് ചെയ്യുക. ഒരു 1/2 ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങയുടെ നീര് മിക്സായി കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അരി ഇതിലിട്ട് തന്നെ വെളിച്ചെടുക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് മാഗി ക്യൂബ് ഇട്ടുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. മൂടി വെച്ചിട്ട് വെള്ളം തിളക്കണ വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. 5 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി അരിയും കൂടി ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ കൂടെയും കൂടി ഒന്നുകൂടി ചിക്കൻ വേവിച്ചെടുക്കും. അപ്പോൾ അതിനനുസരിച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കും. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഇതിലേക്ക് ബസ്മതി റൈസാണ്, ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് ഇതിലേക്ക് ഏറ്റവും നല്ല അരി. കഴുകി വൃത്തിയാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അതൊന്ന് സോക്ക് ചെയ്ത് വെച്ചിരുന്നു 1 മണിക്കൂർ. ശേഷം ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൊണ്ടുവന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് ബാലൻസ് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ഇനി വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 10-20 മിനിറ്റ് തിളക്കണ വരെ ഹൈ ഫ്ലെയിമിലും, തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ദം ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മൾ മധുഹൂത്ത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. ചൂടോടെ സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. മന്തിന് വേറൊരു ടേസ്റ്റാണത്. മന്തി കഴിച്ച് മടുത്തത് ഇതൊന്ന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുറച്ചൊക്കെ മസാല കൂടിയ റൈസ് ആയിരിക്കും ഇതിന് കേട്ടോ. എന്താ ഒട്ടിപ്പിടിച്ചും കൊണ്ടുള്ളത്. ഡ്രൈ ആയിരിക്കില്ല, കുറച്ച് സ്റ്റിക്കായിട്ടായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് പ്ലീസ്.